ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാം. സ്കൂളിലേക്കൊക്കെ ലഞ്ച് ബോക്സിൽ നമുക്ക് കൊടുത്തേക്കാവുന്നതുള്ളൂ കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും നമ്മളിതിന് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. 1 കിലോ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിന് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു മീഡിയം സൈസിലുള്ള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. തീരെ ചെറുതല്ല, കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഇത് പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ടോ. അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് വേവിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് റെസിപ്പീസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. ഉരുളക്കിഴങ്ങ് ഫ്രൈ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. പിന്നെ ആ ഒരു സമയത്ത് വേറൊരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ആയിരിക്കും നന്നായിട്ട് വരാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പച്ചമുളകാണ് കേട്ടോ. എരിവിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ ചേർക്കാവുന്നതുള്ളൂ. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കനം കുറച്ച് മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണോളം അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ചില്ലി ഫ്ലേക്സ് എന്തായാലും ചേർക്കാം കേട്ടോ. അപ്പോഴായിരിക്കും ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരിക. ഇനി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നന്നായിട്ട് വെന്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലകളെല്ലാം ആ ഒരു ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതുപോലെ ഉപ്പൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റെഡി ആയിട്ടൊന്ന് വന്നോട്ടെ. ഇനി ഇത് ഞാൻ അടച്ചു വെച്ചതിന് ശേഷം കുറഞ്ഞ തീയിൽ വെച്ചിട്ടൊന്ന് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ആ ഒരു ഉരുളക്കിഴങ്ങിൽ കുറച്ച് മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ ഒരു 1.5 ടീസ്പൂൺ ചതച്ച മുളകും, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി തന്നെയാണ്. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ.